ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം എന്തെങ്കിലും ഒരു സ്വീറ്റ് വേണമല്ലോ. അപ്പം ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പായസമൊക്കെയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കാറ്. അപ്പം അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ സേമിയ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ തീരെ നൈസായിട്ടുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഡെസേർട്ടും കാര്യങ്ങൾക്കൊക്കെ എടുത്തിരിക്കുന്ന സേമിയ. ഏത് ടൈപ്പ് സേമിയ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാം. അപ്പോൾ അടിപൊളിയാണ്. കാരണം ഞാൻ അത്ര പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പർ സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാനിവിടെ കുറച്ച് മാത്രം സേമിയ എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പോളം കാണും. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഒടിച്ച് എടുക്കുവാണ്. ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഒടിച്ചെടുക്കാം. പെട്ടെന്ന് ഒടിഞ്ഞ് വരും. ഇത് അത്ര നൈസ് ആയതുകൊണ്ട് ഒടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവേ. ഒന്ന് ചൂടാകുമ്പോൾ നമ്മുടെ ആ ഒരു സേമിയ ഇതിലിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇത് റോസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് പാലെടുക്കുന്നുണ്ട്. പാലൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു തണുപ്പിച്ച് കഴിക്കേണ്ട ഒരു സ്വീറ്റാണ്. അപ്പോഴാണ് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഒരുപാട് അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം എടുക്കേണ്ടത് കൊണ്ട് രാവിലെ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയേക്കണം. അപ്പം രാവിലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത്. നമ്മുടെ പാലിവിടെ നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കണം. അതിനായിട്ട് കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കണം. കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കട്ടകളില്ലാതെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാലും ഇവിടെ തിളച്ചിട്ടുണ്ട്. ഈ പാല് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സേമിയ ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. കുക്കായിട്ടുണ്ട്. ഒരുപാട് വറ്റിക്കാൻ നിൽക്കേണ്ട. നമുക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ച് കുറുകും. അപ്പം അതിനേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് മധുരം ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മറ്റേ മിൽക്ക് മെയ്ഡൊക്കെ നല്ലതായിരിക്കും. ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. കുറച്ച് നട്ട്സ് ഇടാം. നമുക്ക് ഏത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇടാം. ഞാനിവിടെ ബദാമും കാഷ്യൂനട്ടുമാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം ഒന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അതും അതിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അടി പിടിക്കാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. നല്ലോണം ഒന്ന് കുക്ക് ചെയ്ത് നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് ഇത് നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് എടുക്കേണ്ടത്. അപ്പം ഞാൻ വൈകുന്നേരം ചേട്ടൻ വന്നിട്ട് എടുക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ആഡ് ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം നമുക്കിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒരു പകുതി മുക്കാലോളം ഭാഗം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്കപ്പോൾ അത് സെറ്റ് ചെയ്യാം. ഞാൻ അതിനായിട്ട് ഇവിടെ മാതളം എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ കസ്കസ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആ ഒരു പുഡിങ് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ കഴിക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ 2 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ എടുക്കുന്നത് മാതളമാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. ആദ്യം ഒന്ന് മാതളം വെച്ചൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ഐസ്ക്രീം വെച്ചൊന്ന് സെക്കൻഡ് ലെയർ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാൻ ഏത് ഐസ്ക്രീം വേണമെങ്കിലും ഒക്കെ എടുക്കാം. ഞാൻ വാനിലയാണ് ഞങ്ങളുടെ ഫേവററ്റ്, അതുകൊണ്ട് മാത്രം വാനില ഐസ്ക്രീമും പിന്നെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡും ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. പിന്നെ അതിനുശേഷം 3ാമത്തെ ലെയറിൽ കസ്കസ് ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു തണുത്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ, സേമിയയുടെ ആ ഒരു മിക്സ് നമുക്ക് അടുത്ത ലെയറിൽ
സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാത്തിലും ഒരു തണുപ്പുണ്ട്. ഞാൻ ഫ്രൂട്ട്സും ഒക്കെ നേരത്തെ ആപ്പിൾ കട്ട് ചെയ്തിട്ടില്ല, അല്ലാതെ മാതുളമൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് തണുപ്പിച്ചാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു തണുപ്പുണ്ട്. തണുപ്പിച്ച് കഴിക്കുന്നതാണ് ആ ഒരു ടേസ്റ്റ്, ഒരു ഭയങ്കര ഒരു ടേസ്റ്റ്. ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇതിൽ നമുക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ. നമ്മൾ നമ്മുടെ ആ ഒരു മിക്സും ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ആപ്പിൾ സ്ലൈസ് ചെയ്ത് ഇടുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ, എൻ്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് മാതളം ഇട്ടു, കസ്കസ് ഇട്ടു. അങ്ങനെ എല്ലാ രീതിയിലും ഒന്ന് ഫില്ല് ചെയ്യുവാണ്. ഏത് രീതി വേണമെങ്കിലും ഫില്ല് ചെയ്യുക. അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഇച്ചിരി ഐസ്ക്രീമും ബദാമും ഒക്കെ വെച്ചൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, വയറും ഫില്ലാകും. നല്ലൊരു തണുത്ത ഒരു ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഞാൻ ചേട്ടനുണ്ടാക്കിയ ഒരു സ്വീറ്റാണ്. ഇനി കഴിപ്പിച്ചിട്ട് എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുമോ ഇല്ലെന്നൊക്കെ നോക്കണം. കൈ കഴുപോയി. ആ കൈ കഴു. സ്പൂൺ ഇടാം, പോയി കഴുകിട്ടോ. ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കണം. ആയുസല്ലേ എപ്പോഴും വെറൈറ്റി. ആസ്വദിച്ചാ പറയും. ഇഷ്ടപ്പെട്ട